ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് അരുൺ അമൃതനാഥ് നമ്മളോടൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, എന്താണ് അവിടെ നിന്ന് പറയാനുള്ള കാര്യങ്ങൾ? മാധു, ഈ ദുരിതാശ്വാസ ക്യാമ്പിലെ അവസ്ഥ നമുക്ക് ഓരോരുത്തരുടെയും മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് ഏറെ ഖേദകരമായ ഒരു നിമിഷം തന്നെയാണ്, ഹൃദയഭേദകമായ നിമിഷങ്ങൾ തന്നെയാണ്. ഇത്തരത്തിൽ ഒരുപാട് പേരെ ഈ ക്യാമ്പിൽ നമ്മൾ കാണുന്നുണ്ട്. ഒരുപാട് അവരുടെ വീടൊക്കെ വിട്ടു വന്ന് ഈ ഉറ്റവരെ തേടി ഒരുപാട് പേർക്കായി കാത്തിരിക്കുന്ന, ആശ്വാസത്തോടെ പരിക്കിൽ നിന്ന് രക്ഷപ്പെട്ട് ഈ ചെറിയ പരിക്കുകളോടെയൊക്കെ പരിക്ക് പറ്റിയവരൊക്കെ ഇവിടെയുണ്ട്. അത്തരത്തിലുള്ള ഒരു നീണ്ട 230ഓളം കുടുംബങ്ങളാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ നിലവിലുള്ളത്. ഇവിടെ എപ്പോഴാണ് എത്തിയത്? ഒരു 6 മണി. ഈ ചൂരൽമല ഭാഗത്താണോ? മുണ്ടക്കൈ ആണോ? വീട് പൂർണ്ണമായി തകർന്നോ? വീട് നമ്മളത് ഇതായിട്ടില്ല, അതിൻ്റെ ഏകദേശം ഇതൊക്കെ. ആരൊക്കെ ഉണ്ടായിരുന്നു വീട്ടില്? ഓരോ ഹോസ്പിറ്റലിലാണ് അല്ലേ? മക്കൾ പഠിക്കണോ? മക്കൾക്കൊക്കെ ഇവിടെ ഉണ്ടോ? ഇല്ല, മലപ്പുറത്ത്. അമ്മ എവിടെയാ സ്ഥലം? എവിടെയാ? ചൂരൽമല. രാത്രി ആനയും വന്നിട്ടുണ്ടായി ഞങ്ങളോട് ഞങ്ങളെ വീട്ടിൻ്റെ അടുക്കൂടെ. അപ്പം എന്താ കാട്ടി, ആനയാണ് വരുന്നതായിട്ട് ഞങ്ങൾ പേടിച്ചിരിക്കും. അപ്പം എൻ്റെ ഉള്ളു പൊട്ടി മേലെ നിന്ന് വരുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ ഓടി വന്നിട്ട് പറഞ്ഞു, ഇവിടെ നിന്നാൽ ശരിയാവില്ല, നിങ്ങൾ നമുക്ക് എവിടെയും പോകാൻ പറഞ്ഞിട്ട് അങ്ങനെ 5 മണിയാകുമ്പോഴത്തേനും കൊണ്ടുവന്നു. അവിടുന്ന് അപ്പം തന്നെ ഇറങ്ങി ചൂരമല വന്നിട്ട് ഇരുന്നു. അയൽക്കാരും അവർക്കൊക്കെ എന്താ സ്ഥിതി? അവിടേക്ക് ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഒന്നും ആയിട്ടൊന്നുമില്ല. ആനയെ കണ്ട് പേടിച്ച് ഞങ്ങളൊക്കെ ഇരിക്കും. അപ്പം ഉള്ളു പൊട്ടും മുണ്ടക്കൈക്ക് ഫസ്റ്റത്തെ പൊട്ടി, രണ്ടാമത്തെ പൊട്ടി, മൂന്നാമത്തെ പൊട്ടിയപ്പോൾ ശരിയാവിട്ട് അവിടുന്ന് വണ്ടി പിടിച്ച് ജീപ്പ് പിടിച്ച് ഞങ്ങളെയൊക്കെ വന്നിട്ട് കൊണ്ടു. അത്തരത്തിൽ മാധു, ഈ നേരത്തെ ഈ വോളണ്ടിയർമാരൊക്കെ സജ്ജമാണ്. ഇവർക്ക് ആവശ്യ സാധനങ്ങളൊക്കെ എത്തിക്കുന്നതൊക്കെ നമുക്ക് വൈകിട്ട് മുതൽ തന്നെ കാണാം. ഊർജ്ജസ്വലമായി തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. കൂടുതൽ പേര് ഈ ആശുപത്രിയിൽ നിന്നൊക്കെ, മുണ്ടക്കൈ ഭാഗത്തു നിന്ന് എത്തിയവരൊക്കെ ഈ ക്യാമ്പിലുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എപ്പോഴാണ് എത്തിയത്? ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്കാണ്. തിങ്കളാഴ്ച വീട്ടിൽ പുറകിൽ വെള്ളം കൂടിയിട്ട് വീട് പൂട്ടിയിട്ടിട്ട് ഇറങ്ങിയതാണ്. പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. ഞങ്ങൾ പോയാലേ അറിയുള്ളൂ എന്താണ് അവിടുത്തെ അവസ്ഥ.